Hi friends, welcome to our channel. ഇന്നത്തെ റെസിപ്പി എഗ് മസാലയാണ്. തവയിലാണ് നമ്മൾ ഈ എഗ് മസാല തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എഗ് തവ മസാല എന്ന് പറയാം. എങ്ങനെയാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് വെക്കുക. എങ്കിലേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. എഗ് മസാല, എഗ് തവ മസാല തയ്യാറാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. 6 എഗ്ഗാണ് ഞാനിവിടെ ബോയിൽ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യം നമുക്കൊരു പേസ്റ്റാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. അതിനൊരു ജാർ എടുത്തിട്ട് ഞാൻ അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തത്, 15 മുതൽ 18 വരെ എണ്ണം ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ചും വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇപ്പോൾ പേസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് ഞാനിവിടെ 6 എഗ്ഗ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഹാഫായിട്ട് കട്ട് ചെയ്യുക. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിന് തവയാണ് എടുക്കുന്നത്. തവ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ജീരകം കുറച്ച് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം പച്ചമുളക് ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗാണ് ഇട്ട് കൊടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് 2 സൈഡ്. ആദ്യം നമുക്കിങ്ങനെ കമിഴ്ത്തിയിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ എഗ്ഗും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് മുളക് പൊടി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില. എന്നിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അതിനുശേഷം 1 മിനിറ്റ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും അതുപോലെ തന്നെ 1 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2 സൈഡും നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വേണം നമുക്കിനി ഇതിൽ മസാല തയ്യാറാക്കാൻ. അതിനുവേണ്ടി ഇത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി മസാല തയ്യാറാക്കുന്നതിന് അതേ തവ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതിലേക്ക് കുറച്ചുകൂടെ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, 1 കപ്പ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കണം. നല്ലപോലെ സോഫ്റ്റായി കിട്ടുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗാർലിക്കും പച്ചമുളകും എല്ലാം ചേർത്തിട്ടുള്ള ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ പുളിയുടെ ആ ഒരു പൾപ്പ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് നമ്മൾ വഴറ്റി കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 200 മില്ലി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എണ്ണ ഒന്ന് സെപ്പറേറ്റ് ആവുന്നത് വരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കണം. എണ്ണയൊക്കെ നല്ലപോലെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. തവയിലാണ് തയ്യാറാക്കുന്നത്, അപ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 3 മിനിറ്റ് 2 സൈഡ് നമ്മളിത് മറിച്ചിട്ടിട്ട്, ആദ്യം ഒരു 3 മിനിറ്റ് ഒരു സൈഡ്, അത് കഴിഞ്ഞ് മറിച്ചിട്ടിട്ട് 3 മിനിറ്റ് കൂടെ ഇതിലിട്ടിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്.
ഇപ്പോൾ നമ്മുടെ 3 മിനിറ്റ് എല്ലാം ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഗാർണിഷ് ചെയ്യുന്നതിന് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ മല്ലിയില നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ എഗ് തവ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് ഡിഫറെൻറ്റ് സ്റ്റൈലിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ മസാല നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.